പതിവ് പോലെ ഇന്നും രാവിലെ ഒരു കാലിച്ചായ കുടിച്ചു. രാവിലെ ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. കുബൂസ് ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ടൗണിൽ പോയപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. നമ്മളെപ്പോൾ ടൗണിൽ പോയാലും ഈ ബേക്കറിയിൽ നമ്മൾ കയറാറുണ്ട്. ഇവിടെയുള്ള എല്ലാം ഒട്ടുമിക്ക സാധനങ്ങളും ഇവരുടെ ബോർമയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബേക്കറി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമുക്ക് വേണ്ട അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി. അതിൻ്റെ കൂടെ നമ്മൾ കുബൂസും വാങ്ങിയിരുന്നു. അത് പിന്നെ ഇന്നലത്തെ ഇറച്ചിക്കറിയും കൂട്ടി ഇന്ന് രാവിലെ നമ്മൾ കുബൂസാണ് കഴിച്ചത്. അതുകൊണ്ട് വലിയ പണികളൊന്നും ഇല്ലാതെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. എന്നും ഇഡലി, ദോശ, ചപ്പാത്തി, പുട്ട് ഇവയൊക്കെ ആണല്ലോ. ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്കത്തേക്കുള്ള ഊണിനുള്ള ഒരുക്കങ്ങളായി. ഇന്ന് കുറച്ച് ഉണക്കച്ചെമ്മീനാണ് നമ്മൾ ഇന്ന് കറി വെക്കുന്നത്. ഇതൊരു പാനിലിട്ട് നമ്മൾ നന്നായിട്ട് ആദ്യം ഒന്ന് വറുത്തെടുത്തു. പിന്നെ അതിൻ്റെ ചൂടെല്ലാം മാറി നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മുടെ വെള്ളരിക്ക ചെറിയ പീസായി നമ്മൾ അരിഞ്ഞെടുത്തു. പിന്നെ നമ്മൾ കുറച്ച് പടവലങ്ങായും ചെറിയ പീസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വലിയ തക്കാളി ചെറിയ പീസായി അരിഞ്ഞ് അതും കൂടി ഇതിലേക്ക് ചേർത്തു. 2 പച്ചമുളകും കീറിയിട്ടു. ഇതിലേക്ക് നമ്മളെ ഉണക്കച്ചെമ്മീൻ വറുത്തെടുത്ത് കഴുകിയതും കൂടെ ചേർത്ത് കൊടുത്തു. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇതിനാവശ്യമായ ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിനായി നമ്മൾ കുറച്ച് ചിരകിയ തേങ്ങയും പെരുംജീരകവും ചുവന്നുള്ളിയും മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തു. നമ്മുടെ വെജിറ്റബിൾസും ചെമ്മീനും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മളെ സ്റ്റൗ ഓഫ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളി, കറിവേപ്പില, കടുക് ഇവ നന്നായിട്ടൊന്ന് താളിച്ചൊഴിച്ചു. അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ പച്ചക്കറികളും ചേർത്തുള്ള ചാറുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പിന്നെ നമ്മൾ അച്ചിങ്ങ പയർ തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സവോള, ഇഞ്ചി, പച്ചമുളക് എല്ലാം നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്തു. 2 താറാമുട്ടയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചു. അങ്ങനെ നമ്മുടെ ഓംലേറ്റും റെഡിയായി. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുളിയും നമസ്കാരവും എല്ലാം കഴിഞ്ഞു. ഇനിയും ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചോറെല്ലാം എടുത്തു വെച്ചു. ചൂടോടെ തന്നെ നമ്മുടെ കുത്തരിച്ചോറ് ഒരു പാത്രത്തിലേക്ക് എടുത്തു. പിന്നെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചേർത്ത ചാറുകറി, അച്ചിങ്ങ പയർ തോരൻ, മുട്ട ഓംലേറ്റ്, പപ്പടം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിനുള്ള കറികൾ. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ